അപ്പോൾ ഇന്നാണ് നമ്മളെ കല്യാണത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 11 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം തന്നെ അവിടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ആസ് യൂഷ്വൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എടാ ഒന്ന് മുന്നോട്ട് പറ. ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി. ആ ടൈമിൽ അവിടെ സോങ് ഇട്ടതുകൊണ്ട് എന്തായാലും ആ വീഡിയോസ് ക്ലിപ്സൊക്കെ സോങ് ഒഴിവാക്കിയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണങ്ങളൊക്കെ വരുന്നത് കൊണ്ട് എന്തായാലും നമുക്ക് സോങ് അവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ. നല്ല അടിപൊളി സോങ് ഇട്ടുകൊണ്ട് എൻട്രി വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഷോർട്സിൽ മിക്സ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. ഷോർട്സ് ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടും. അപ്പോൾ ഫുള്ള് സോങ് ഇട്ടുകൊണ്ട് തീരെ അതങ്ങോട്ട് അപ്ലോഡ്. പിന്നെ എല്ലാവരുടെ ഫേസും റിവീൽ ആവുന്ന ഒരു ടൈം ആയതുകൊണ്ട് എല്ലാവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മൾ അതും ഒഴിവാക്കേണ്ടി വന്നു. സോറി ഗൈസ്. പിന്നെ ഫോട്ടോസ് വീഡിയോസ് കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പിന്നെ കരോക്കെ ഉണ്ടായിരുന്നു. അതും ഹാസ് മ്യൂസിക്കുള്ളതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ മക്കൾസ് എല്ലാവരും കൂടി ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയതും ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികളതും ഉണ്ടായിരുന്നു. അങ്ങനെ 2 സെക്ഷനായിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും സോങ് ഉള്ളതുകൊണ്ട് ഞാൻ ഷോർട്സിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും സൈഡിൽ കരോക്ക നമ്മൾ ഈവനിങ് വരെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിയുന്ന വരെ നല്ല കൊരോക്കോ സോങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എല്ലായിടത്തും നമുക്ക് വോയിസ് കട്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഓൺ വോയിസ് ചെയ്യാല്ലാതെ വേറെ നിവൃത്തിയില്ല അവിടെ. പിന്നെ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ഹാളിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഇവർ ഔട്ട്ഡോറിൽ പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഔട്ട്ഡോറിനും ബ്രൈഡും ഗ്രൂമും ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടി പോയി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഒന്ന് ഫ്രഷൊക്കെ ആയതിൻ്റെ ശേഷം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോയത്. എന്ന് വെച്ചാൽ ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് പോയി. ഇന്ന് രാത്രി നല്ല അടിപൊളി കിടിലം പരിപാടികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഷോർട്സ് ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൂസ്റ്റ്, ഹോർലിക്സ്. അപ്പം സാധനം ഓൾറെഡി ഇങ്ങനത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ അപ്പോൾ പോയി വന്ന് ഇവരെല്ലാവരും കൂടി ചെക്കന്മാരെല്ലാവരും കൂടി അത് സെറ്റ് ചെയ്യലും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം ഗ്യാസ് കുറ്റി സംഭവങ്ങൾ കൊണ്ട് ഗ്യാസ് കൊണ്ട് നിൽക്കണം. പിന്നെ എല്ലാ സാധനങ്ങളും തൂക്കിയിടാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും മഴ പൊടിഞ്ഞെങ്കിലും എന്തോ കാരണം കൊണ്ട് അതങ്ങനെ അങ്ങോട്ട് സ്ലോ ആയിപ്പോയപ്പോൾ പിന്നെ നമ്മളെ പരിപാടി അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഭാഗത്തും ഇതേ സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഇവിടെ സോങ് ഇട്ടതുകൊണ്ട് ഓൺ വോയിസ് ചെയ്തേ പറ്റുള്ളൂ, വോയിസ് ഓവർ ചെയ്തേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ പിന്നെ പാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കലും മെയിനായിട്ട് പൊറാട്ട ഉണ്ടാക്കണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. നമ്മൾ ഗ്രൂം എക്സ്പേർട്ട് വേണം ആ കാര്യത്തിൽ. പൊറോട്ട അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല പൊറോട്ട ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പം ഓരോ ഡ്രസ്സിങ്ങിനുള്ള കോസ്റ്റ്യൂം ഓട്ടാക്കണം, ബനിയൻ ഓട്ടാക്കണമല്ലോ, കുറേ ഒരു പയഞ്ചൻ സെറ്റപ്പിലേക്ക് തന്നെ. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രൈഡ് വരാൻ വേണ്ടിയിട്ട് കാത്തു നിട്ടൊന്നുമില്ല. ഗ്രൂം ഇതാ അവിടെ ഓൾറെഡി അതിന് സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യാനുള്ള ചെറിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പഴയ ഏതൊരു സൈക്കിൾ ഒപ്പിച്ചു കൊണ്ടുവന്നങ്ങാണ്ട് അതിലായിരുന്നു എൻട്രി. അതൊക്കെ നിങ്ങൾ ഷോർട്സിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി. ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ രണ്ടാളും വന്നതിന് ശേഷം പിന്നെ ഫുൾ സെറ്റ് കാര്യങ്ങളൊക്കെ ഓരോക്കൊണ്ട് പണിയെടുപ്പിക്കലാണല്ലോ ഇവിടുത്തെ മെയിൻ ചടങ്ങ്. മെയിനായിട്ട് ചെക്കന്മാർ ഇത് കിടന്ന് അലമ്പാക്കുക, അതാണല്ലോ നമ്മൾ ഇത് അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കുക എന്നുള്ളത്. എനിക്കും ഇതേമാതിരി എനിക്കിങ്ങനെയല്ലേ ഇനി പണി. എന്നോട് പാട്ടൊക്കെ പഠിപ്പിച്ച് ഡാൻസ് കളിക്കാൻ പറഞ്ഞു, പാട്ടാടാൻ പറഞ്ഞു, അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടി. ഇപ്പോഴാണല്ലോ ഇത് ട്രെൻഡായത്. തട്ടുകട സെറ്റപ്പ് ഇപ്പോഴാണല്ലോ ട്രെൻഡിങ്. പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. ചെമ്മീൻ ഫ്രൈ വേണ്ടവർ ബുക്ക് ചെയ്യുക.
എപ്പോഴും പേര് നൽകുക ഓരോരുത്തരായിട്ട്. ആദ്യം വരുന്ന 10 പേർക്കാണ് നമ്മളെ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സും പിന്നെ കസിൻസും എല്ലാവരും കൂടിയാണ് ഇവർക്ക് പണി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടിട്ട് ഓരെങ്ങനെ വെറുപ്പിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അതൊരു ഹരം തന്നെ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കാഴ്ചക്കാരായിട്ട് ബാക്കിൽ ഓഡിയൻസ് മൊത്തം ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും കാണിക്കാൻ പറ്റില്ലല്ലോ, അതിനെക്കൊണ്ട് കാണിക്കുക. പിന്നെ ഓരോ ഏകദേശം പണി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായപ്പോൾ അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കി കേട്ടോ. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒന്ന് ഫിനിഷ് ചെയ്തു. ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയിൽ വെച്ച് പോകാനൊന്നും നിന്നിട്ടില്ല. ഫുള്ള് ഫിനിഷ് ചെയ്ത് എല്ലാവർക്കും നല്ല പൊറോട്ട ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ പണികളൊക്കെ നടന്നു. പിന്നെ ലാസ്റ്റിലേക്ക് എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് കണ്ട് എല്ലാവരും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി. ബൂസ്റ്റ് ഉണ്ടാക്കി, ചായ ഉണ്ടാക്കിയിട്ടും പിന്നെ എന്തൊക്കെയോ ബ്രെഡ് ഓംപ്ലേറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മെയിൻ അളിയനാണ് കേട്ടോ. യാസർ അളിയനാണ് മെയിൻ എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത് കണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ലാസ്റ്റിലേക്കൊക്കെ ആയപ്പം എല്ലാവർക്കും സെറ്റൊക്കെ ആക്കി കൊടുത്തു. അപ്പം ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ കലാപരിപാടികൾ. പിന്നെയും കുറേ നേരം ഇതൊക്കെ എല്ലാവരും പോകാൻ തുടങ്ങി. എല്ലാവരും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യലും പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇനി നെക്സ്റ്റ് പരിപാടി വരെ മണിയറൊക്കെ ഇട്ട് അതും ഇതേമാതിരി കുറേ നേരം വരെ ചെക്കന്മാരിട്ട് നല്ല വലിപ്പിച്ചിട്ടാണ് ലാസ്റ്റാണ് കയറ്റിയത്. അതും കുറേ ടൈം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏകദേശം തീരുമ്പോൾ തന്നെ 12 മണിയായി. അത് കഴിഞ്ഞ് പിന്നെയും വലിപ്പിച്ചു, ഒരിട്ട് നല്ല വലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 4-5 ദിവസത്തെ നീണ്ടുനിന്ന് നമ്മളെ കല്യാണ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. പെണ്ണിനെയും ചെക്കനെയും മണിയറയിലൊക്കെ കയറ്റി റൂമിലൊക്കെ കയറ്റി ഞങ്ങളിവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, പണി കൊടുത്തതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ അത് വീട്ടിലെത്തിയപ്പോൾ തന്നെ 2:30 മണിയായിട്ടുണ്ട്. എല്ലാവർക്കും കിടന്ന് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.